നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ നമ്പറൊന്നും എന്റെ അടുത്ത് വേണ്ട. ജയ, നീ പറയുന്ന കേട്ടത്തൊന്നും നീ ഈ കാര്യത്തിൽ എക്സ്ട്രാ ഡീസന്റ് ആണെന്ന്. ദേ, ഭാവനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ഇട്ടതൊന്നും നീ മറന്നുപോയിട്ടില്ലല്ലോ. എന്നെ ഇവിടുത്തെ ആസ്ഥാന നാത്തൂനായിട്ട് നീ തന്നെയാ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പല്ലവിയുടെ സൂര്യയുടെ കല്യാണം നടത്താൻ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ കളികളാ കളിച്ചിട്ടുള്ളതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഹോ, എന്നിട്ടിപ്പോ ഒന്നും അറിയാത്തവളെ പോലെ പെരുമാറുന്നല്ലേ? അപ്പോ നീ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? മനസ്സിലുള്ളത് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ ജയ്. മോളെ ചായ കുടിക്കും. ആന്റി ചായ കുടിച്ചില്ലേ? ജയ, ഞാനിട്ട ചായ കുടിക്കില്ലാന്ന്. ആന്റിക്ക് അങ്ങനെയൊന്നും ഇല്ല വല്യമ്മ. ആ, ഞാൻ കൊടുത്തപ്പോ വേണ്ടെന്നാ പറഞ്ഞത്. വേറെ ചായ ഉണ്ടോ? ഓ, ചായ ഇരിപ്പുണ്ട്. കണ്ടോ ജയ്, ഇതാണ് ഭാവന. ഇവളെ സ്നേഹിച്ച ഇവള് കരള് പറിച്ചു തരും. നോക്ക്, എന്നോടുള്ള ദേഷ്യത്തിന് നീ ഭാവന കൊണ്ടുവരുന്ന ചായ വേണ്ടാന്ന് പറയരുത്. നാളെ നിനക്കൊരു തുള്ളി വെള്ളം തരാൻ അവളെ കാണൂ. ആന്റി ഇതാ ചായ കുടിക്കേ. ഹാ, വാങ്ങിച്ചു കുടിക്കേ. അവൻ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു. രാവിലെ എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. റെഡി ആയിക്കൊണ്ടിരിക്കാം. അവന് ചായ കൊടുക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ മതിയെന്ന് പറഞ്ഞു. എന്നാലേ ഞാൻ എന്തെങ്കിലും പോയി ഉണ്ടാക്കട്ടെ. ആന്റി, ഇന്നലെ നടന്നൊന്നും ആലോചിച്ച് ആന്റി വിഷമിക്കണ്ട. ആന്റിയുടെ മുഖം കണ്ടറിയാം നല്ല കുറ്റബോധം ഉണ്ടെന്ന്. സത്യം പറഞ്ഞ സൂര്യ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. പുലരുന്നതുവരെ ആന്റി കാണിച്ച അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആന്റിയോട് പറഞ്ഞേ ഉള്ളൂ. ഭാവന, ആ ദേ വരുന്നു. ഞാൻ വരാൻ അല്പം ലേറ്റായി. മോള് വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. അല്ല, പ്രതീക്ഷ എവിടെ? ഏട്ടൻ രാവിലെ ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുക. എന്നോട് അങ്കിളിനെ വന്ന് കാണാൻ പറഞ്ഞു. എന്താ അങ്കിളെ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ്? സത്യത്തില് മോളെ കാണുമ്പോ എനിക്ക് വിഷമം വരിക. ജയയുടെ മോളായി, സൂര്യയുടെ ഭാര്യയായി ആ വീട്ടിൽ വന്ന് കയറേണ്ടവള് മോളല്ലേ? കതിർമണ്ഡപത്തില് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിരുന്ന മോളുടെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അത് നിനക്കറിയാവോ? അതിനൊക്കെ കാരണക്കാരി ആ ഭാവന അങ്കിൾ. ആ നശിച്ചവള് കാരണം എന്റെ ജീവിതം നഷ്ടപ്പെട്ടത്. സൂര്യയുടെ ഭാര്യയായിരിക്കേണ്ട മോളിപ്പം അവരുടെ കമ്പനിയിലെ ഒരു ജോലിക്കാരന്റെ ദാസിയായി. പാവം. പിന്നീട് എന്റെ മോക്ക് സംഭവിച്ചത് മോൾ അറിഞ്ഞില്ലേ? അവളെയും ഭാവന പറ്റിച്ചില്ലേ?
അങ്കിള് നോക്കിക്കോ, ഇതിനൊക്കെ അവൾ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്തനുഭവിക്കാൻ? നിഴല് പോലെ ഒപ്പം നടക്കാനും അവളുടെ ദാസിപ്പണി ചെയ്യാനും കൂടെ ആളുള്ളപ്പം ഒരിക്കലും അവൾ അനുഭവിക്കാൻ പോകുന്നില്ല മോളെ. ഓ, അത് ശരി. അവൾക്കപ്പോ അവിടെ ദാസിപ്പണി ചെയ്യാനൊക്കെ ആളുണ്ടല്ലേ? ആ ആന്റിക്കത് വേണം. അങ്ങനെയും കുറെ കാശ് അവള് ദൂർത്തടിക്കട്ടെ. അവിടെ മോക്ക് തെറ്റിയത്. ഈ ദാസിപ്പണിക്കാരിയെ കൂലിക്ക് വന്ന ആളല്ല, സഹായത്തിന് വന്ന ആളാ. അതാര് ഭാവനെ സഹായിക്കാനായി പൊട്ടി വീണത്? മോക്കൊന്നും തോന്നരുത്. ഈ കാര്യം പറയാനാ ഞാൻ നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത്. ഭാവനയ്ക്ക് അവിടെ ദാസിപ്പണി ചെയ്യുന്നത് മറ്റാരുമല്ല, മോളുടെ അമ്മ തന്നെ. ആ എന്തൊക്കെയോ കൂടോത്രം ചെയ്ത് മോളുടെ അമ്മയെ അവള് അടിമയാക്കി വെച്ചിരിക്കുക. പാവം. ഏറ്റെന്നാ തോന്നുന്നത്. സത്യം പറഞ്ഞാല് റാണിയെ പോലെ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ജാനകി ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിൽ കഴിയുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല മോളെ, സഹിക്കുന്നില്ല. നിനക്കറിയാവോ? അവന് അത്രയ്ക്കായോ? എന്നാലൊന്ന് കാണണമല്ലോ.